പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം, ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ വ്യാഴം, 4-ാം ഭാവത്തിൽ കേതു, 7-ാം ഭാവത്തിൽ രവി, ബുധൻ, ശുക്രൻ, അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ രാഹു, 11-ൽ ശനി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഒരു രാജയോഗമുണ്ട്. രാശ്യധിപൻ, ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ ആ ഭാവത്തിലേക്ക് നോക്കുന്നു. അതൊരു അധ്യോഗ കർത്താവാണ്. ഇവിടെ കർമ്മസ്ഥാനം വ്യാഴദൃഷ്ടിയുണ്ട്. ലാഭാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു. അതിനാൽ പല വിഷയങ്ങളിലും ഒരു പ്രാമുഖ്യം ഇടവൻ രാശിക്കാർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വാരമാണിത്. നേതൃത്വ ശക്തി, ലീഡർഷിപ്പൊക്കെ ഇവിടെ വളരെ അനുകൂലമായി വരും. 7-ൽ 3 ഗ്രഹങ്ങളാണ്. അതിനാൽ പലപ്പോഴും പുനർവിവാഹത്തിന് വളരെ അനുകൂലമായ സമയമാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. എടുത്തുചാടി സ്ത്രീ വിഷയത്തിലൊക്കെ അറിയാതെ ആകസ്മികമായി പെട്ടുപോയാൽ ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വിവാഹപതി യാത്രാപതിയായ ചൊവ്വ 8-ൽ നിൽക്കുന്നു. അത് നല്ലതാണോ? അല്ല. ശുഭാസ്ഥസ്യം ഖ്യജരാഹ കുര്യനെ വിധാനവി ചേത് അഷ്ടമേ ഭൂമിസുനു. എല്ലാ ഗ്രഹങ്ങളും എത്ര നന്നായാലും 8-ൽ ചൊവ്വ വന്നാൽ ആകെ വിഘ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. സഖാകിന്ന ശത്രുഗതയെ സൽകൃതോപി, താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവായി വരും. പ്രയജ്ഞകതയെ ഭൂയേതജ ഉപസർഗേഹി. എത്ര യജ്ഞിച്ചാലും പല തടസ്സങ്ങളും വരും. ആർക്ക്? ഇടവൻ രാശിക്കാർക്ക്. ഇവിടെ നിർബന്ധമായും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ പായസം, കടുംപായസമാണ്, രക്തപുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക. ദോഷങ്ങൾ മാറണം. ശത്രുദോഷ വിഷയം വളരെയധികം വരും. സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പാർട്ട്ണർഷിപ്പ് വ്യവസായം വളരെ ബുദ്ധിമുട്ടാകും. നിർബന്ധമായും ചൊവ്വാഴ്ച നാളികേരം അടിക്കണം. അവിടെ ശത്രുമുട്ടോ കർമ്മമുട്ടോ ചെയ്ത് ദോഷങ്ങൾ തീർക്കുക. ശാരീരികമായി പൈൽസ് രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെ വരും. യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വരാം. കണ്ണുകളെ വളരെയധികം ജാഗ്രത പാലിക്കുക. ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. മറ്റെല്ലാ വിഷയങ്ങളിലും ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. നന്മകൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.